നമ്മളെപ്പോഴും നമ്മൾ എന്താ പറയുക, മുൻകൂട്ടി മനസ്സിൽ ഒരു കാര്യം കൊണ്ട് തീരുമാനിക്കും. എന്തിനും നമ്മൾക്കുള്ളതാണത്. ഇപ്പോൾ ഒരാൾ നമ്മളെ ഫോൺ എടുക്കുന്നില്ലെങ്കിൽ അപ്പം തന്നെ നമ്മൾ ചിന്തിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നെ അവഗണിക്കുന്ന എന്നാന്ന് ആദ്യം ചിന്തിക്കുക. എന്നെ അവഗണിക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ, എന്തിനായിരിക്കും ഇതൊക്കെ നമ്മൾ ഏതൊക്കെ ബന്ധങ്ങളിൽ പ്രധാനമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ലവേഴ്സിൻ്റെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആൻഡ് ഫ്രണ്ട്സ്, ഈ 3 റിലേഷൻസിലുമാണ് ഈ ചിന്തകൾ കൂടുതൽ എപ്പോഴും വരുന്നത്. ഈ ചിന്താഗതികൾ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഫോണൊന്നും എടുത്തിട്ടില്ലെങ്കിൽ അപ്പം വിചാരിക്കും എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. പിന്നെ വിചാരിക്കുന്നത് തന്നെ സ്ഥിരമായിട്ട് ഇഗ്നോർ ചെയ്യുകയും സംസാരിക്കാൻ താല്പര്യം കാണിക്കാതിരിക്കുകയും ചെയ്താൽ അതിൻ്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടാവും. അത് ശരിയാണ്. നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന, നമ്മളോട് സംസാരിക്കുന്നില്ല, അപ്പോൾ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും എന്ന് വെച്ച് തുടർച്ചയായിട്ട് അറ്റൻഷൻ കിട്ടാൻ പിന്നാലെ പോകുന്നതിന് പകരം പറയാം നമുക്കൊന്ന് തുറന്ന് സംസാരിക്കാം. അല്ലാതെ നമ്മൾ വില കളഞ്ഞ് ഒരു ഇതിന് പോവരുത്. നമുക്കൊന്ന് തുറന്ന് സംസാരിക്കാമെന്ന് പറയാം. ഞാൻ ചോദിക്കാം, നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞാൻ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ഇരുന്ന് സംസാരിച്ച് ചോദിക്കാം. അതിനൊന്നും മറുപടി തരാതെ പിന്നെയും അവഗണിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ട് പോകണ്ട. നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് അല്ലേ, അതങ്ങോട്ട് കളയണ്ട. ഒരാൾ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം വില കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്നേഹമുണ്ടെങ്കിൽ എന്തായാലും അവർ സംസാരിക്കാൻ വരും, ഉറപ്പാണ്. അതുകൊണ്ട് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന എവിടെയാണെന്നറിയോ? ഈ ലവേഴ്സിൻ്റെ കാര്യത്തിൽ എപ്പോഴും, പ്രത്യേകിച്ച് നമ്മൾ ഈ കാലത്ത് ഒന്ന് ഫോണ് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ, ഒന്ന് ഫോണ് എടുക്കാൻ പിന്നെ മെസ്സേജ് ഇടാൻ ലേറ്റ് ആയിട്ടുണ്ട്, ഇങ്ങനെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഭയങ്കര പരിഭവമായിരിക്കും. ഇനി അവനോ അവളോ മതി അവോയ്ഡ് ചെയ്യുന്ന ഞാൻ ഈ ബന്ധത്തിനാ എന്ന് കണ്ടാൽ, അവൻ അവോയ്ഡ് ചെയ്ത് കണ്ടാൽ പിന്നെ അവളെ കാര്യം പറയാനേയില്ല. അവൾ അവോയ്ഡ് ചെയ്യുന്നെന്ന് കണ്ടാൽ അവൻ്റെ കാര്യവും പറയാനേയില്ല. പിന്നെ അവർക്കെല്ലാം അവസാനിച്ചതുപോലെയാണ്, ജീവിതേ അവസാനിച്ച പോലെ. അതാണ് കുറേ കാര്യങ്ങൾ നമ്മളിപ്പം കാണുന്ന സൂയിസൈഡ്സിൽ. എനിക്ക് ചെറിയ എനിക്ക് ഇത്രയേ പറയാൻ പറ്റുള്ളൂ. സൂയിസൈഡ്സ് നിങ്ങൾ എന്തിന് ചെയ്യുന്നു? നിങ്ങൾക്ക് വേണ്ടാത്തൊരു വ്യക്തിക്ക്, നിങ്ങളെ വേണ്ട അവർക്ക്, പിന്നെ എന്തിന് നിങ്ങൾ സൂയിസൈഡ് ചെയ്യുന്നത്? ആ വ്യക്തിക്ക് നിങ്ങളെ വേണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നമ്മളെയൊക്കെ വേണ്ടുന്ന ആൾക്കാരുണ്ട് ഈ ഭൂമിയിൽ. പിന്നെ ഏതോ സുഖവും തേടിപ്പോകുന്ന ഏതെങ്കിലും ഒരാണിൻ്റെ പിന്നാലെ, ഏതെങ്കിലും പെണ്ണിൻ്റെ പിന്നാലെ പോയിട്ട് ഇനി എനിക്ക് ജീവിക്കാൻ വയ്യാൽ ഞാൻ അവസാനിപ്പിക്കുന്നതെല്ലാം എന്ന് പറയുന്നതില്ലേ എന്താ അർത്ഥം? നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് നിങ്ങൾ കൊടുക്കുന്നത് എന്താ? അതുകൊണ്ട് ഒരു നിമിഷം ആലോചിക്കുക. അവൻ എന്നെ തള്ളി, അവൾ എന്നെ തള്ളി എന്നൊക്കെ പറയുമ്പം ഒരു നിമിഷം ആലോചിക്കുക, നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മളെ കൂടെയുണ്ട്, അവർക്ക് വേണ്ടി നമ്മൾ ജീവിച്ചേ പറ്റൂ. പിന്നെ അവൻ അവളെ അവഗണിക്കുമ്പോൾ അവൾക്ക് ഏറ്റവും വേദനിക്കുന്നത് അവൻ സംസാരിക്കാത്തതല്ല, എന്തുകൊണ്ട് അവൻ മാറിയത് എന്നൊക്കെ ചോദ്യങ്ങളും അയ്യോ പരാതികളും ഒക്കെ ആയിരിക്കും മനസ്സിൽ. നമുക്ക് ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ കാട് കയറി ചിന്തിക്കും. സംസാരിക്കുന്നില്ല, അപ്പുറം സംസാരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ അവഗണിക്കുന്നത്, ഞാനെന്ത് തെറ്റാ ചെയ്ത്, എന്തിനിതൊക്കെ ചിന്തിക്കണം? നമ്മളോട് സംസാരിക്കാൻ വരുന്നില്ലേ, പോവട്ടെ വരെ.
ഇഷ്ടമില്ലാത്തതുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. പോവട്ടെ, നമ്മളെ സ്നേഹിക്കാൻ വേറെ ആളുണ്ടാവും. ഒരു മെസ്സേജ് അയച്ച് റിപ്ലൈ ഇല്ല, ഓൺലൈനിലാണോ എന്ന് നോക്കുക. ഇതൊക്കെയാണ് ഏറ്റവും വലുത്. ഓൺലൈനിലാണോ എന്ന് നോക്കുക. അപ്പോൾ ഓൺലൈനിലുണ്ട്, എനിക്ക് മനഃപൂർവ്വം അപ്പോഴത് ചിന്തിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കാത്ത ചില കാര്യങ്ങളുണ്ട്. ഒരാൾ നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വഴി അവർ കണ്ടെത്തും. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ ലവേഴ്സിൻ്റെ തന്നെ പറയാം. ഇപ്പം അത് വീട്ടിലറിഞ്ഞ് എന്ന് വിചാരിക്കുക. പക്ഷേ ആ സ്നേഹം സത്യസന്ധമാണെങ്കിൽ അവൾ അല്ലെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും സംസാരിക്കേണ്ട ഒരു വഴി കണ്ടെത്തും. കാരണം അതൊരു പ്രണയമാണ്. കേൾക്കാതിരിക്കാൻ, കാണാതിരിക്കാൻ ഒന്നും പറ്റില്ല. അത് സത്യസന്ധമായ പ്രണയമാണ്. ബിസി ആയിരിക്കാം, ഈ പ്രോബ്ലം ഉണ്ടാകാം, അതുകൊണ്ട് ഒരു ഡിസ്റ്റൻസ് ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്നതും എങ്ങനെയെങ്കിലും കാണാൻ ശ്രമിക്കും. പിന്നെ രണ്ടാളും രണ്ട് അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ ഇങ്ങനെ എല്ലാവരും ഇതിലും നമ്മളിങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാക്കിയാൽ ശരിയാവില്ല. നമുക്ക് കുറച്ച് അകലം പാലിക്കാം എന്ന് പറഞ്ഞ് നിൽക്കുന്നവരും ഉണ്ട്. പിന്നെ ഇതന്നെ, നമ്മൾ മനഃപൂർവ്വം ഇഗ്നോർ ചെയ്യുന്നുണ്ടെങ്കിൽ അതങ്ങ് വിട്ടേക്കുക. സൈലൻസിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് എന്താ? നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് തന്നെ. അവനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ അല്ലെ ശ്രമിക്കാതിരിക്കുകയോ അതൊക്കെ നമ്മുടെ ഇഷ്ടം. പക്ഷേ അതിനായി ഒന്നും കൂടി ഞാൻ പറയാണ്, പക്ഷേ അതിനായി നമ്മൾ തന്നെ നഷ്ടപ്പെടുത്താൻ പാടില്ല. അവൾക്കോ അവനോ വേണ്ടി നമ്മളെ തന്നെ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഏതോ ഒരുത്തന് വേണ്ടി, ഏതോ ഒരുത്തിക്ക് വേണ്ടി നമ്മളെ വീട്ടുകാരെ മറന്ന് നമ്മളെ തന്നെ നഷ്ടപ്പെടുത്താൻ പാടില്ല. കാരണം എന്താണെന്നറിയോ? സ്നേഹം ഒരാൾ പിന്നാലെ ഓടുന്നതല്ല സ്നേഹം. രണ്ടു പേരും പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത്? ഒരു കളർഫുൾ ലൈഫ് ഉണ്ടാകുന്നത്. അണ്ടർസ്റ്റാൻഡിങ്, സ്നേഹം, കെയർ ഒക്കെ ഉണ്ടാകുന്നത് അപ്പോഴാണ്. രണ്ടാളും മനസ്സിലാക്കുമ്പോൾ. ഒരാൾ ഒരു വഴിക്ക് പോട്ടെ, നമ്മളെ സെൽഫ് റെസ്പെക്റ്റ് കളയണ്ട. പിന്നെ ഒരു ദിവസം 2 ദിവസം റിപ്ലൈ ഉണ്ടാവില്ല. ഇതൊക്കെയാണ് അവോയ്ഡ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക ഉദാഹരണം. റിപ്ലൈ ഉണ്ടാവില്ല, ഞാൻ ബിസിയാന്ന് പറയില്ലേ. പിന്നെ ഒരു ദിവസം വിളിക്കാണ്ടിരിക്കും, പിന്നെ ഒന്ന് വിളിച്ച് 2 ദിവസം വിളിക്കാണ്ടിരിക്കും. പിന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യനിന് റിപ്ലൈ കുറയും, സംസാരിക്കുന്നത് കുറയും, ഇതെല്ലാം കുറയും. പിന്നെ ഒരു മെസ്സേജ്, ഒരു കോൾ, ഇതെല്ലാം ഒരു കോൺവെർസേഷൻ, ഇതെല്ലാം ഒരു പേരിന് പഴയതുപോലെ ഒരിക്കലും ഉണ്ടാവില്ല. അവസാനം അവൾ സ്വയം ചോദിക്കും, എന്താ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അവൻ എന്നോട് ഇഷ്ടമില്ലാതായോ? അതോ അവൻ എന്തെങ്കിലും മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നത് എന്തല്ല, വേറെ ഒരു റിലേഷൻ ഉണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പലപ്പോഴും നമ്മൾ വേദനിപ്പിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അവഗണനയല്ല, അതിൻ്റെ കാരണം അറിഞ്ഞില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. അവഗണിച്ചോട്ടെ, പക്ഷേ അതിൻ്റെ റീസൺ എന്തായിരുന്നു അതറിയില്ല. പിന്നെ അതറിയണമെങ്കിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ വന്നെങ്കിൽ ഓക്കെ, അക്സെപ്റ്റ് ചെയ്യാം. വന്നില്ലെങ്കിൽ ഓക്കെ, ലീവ് ഇറ്റ്. പിന്നെന്താ, ഒരു റിലേഷൻഷിപ്പിൽ സൈലൻറ്റ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതിനെക്കാട്ടും നല്ലത് നമുക്ക് കമ്മ്യൂണിക്കേഷനാണ്. ഈ സൈലൻറ്റ് ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും മിണ്ടാണ്ടിങ്ങനെ ഇരിക്കാം, ഇങ്ങോട്ട് വന്ന് മിണ്ടട്ടെ,
എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് മിണ്ടുമല്ലോ, അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല, ഞാൻ മിണ്ടുന്ന അല്ല തീരെ ഇഷ്ടമില്ലാത്ത പോലെ കാണിക്കും എന്നുള്ള വാശിയും കാര്യങ്ങളൊക്കെ. അതൊന്നും വേണ്ട. എന്താണെന്നുള്ളത് ഓപ്പൺ ടോക്കോടെ, അതായത് കമ്മ്യൂണിക്കേഷൻ സംസാരിച്ചിട്ട് വരുന്നില്ലേ വരണ്ട. പിന്നെ എന്തെങ്കിലും തിരക്ക് അവനുണ്ടെങ്കിൽ അവൾക്കുണ്ടെങ്കിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്യും, ബിസി ഇങ്ങനെ ആയതുകൊണ്ടാണ് എന്ന്. അത് സ്നേഹമുള്ളതുകൊണ്ടാണത്. അത് പറഞ്ഞിട്ടില്ലേ സ്നേഹമില്ല. പിന്നെന്താ, ഇങ്ങനെ തുറന്ന് അവഗണിക്കുമ്പോൾ, നമ്മുടെ ഫീലിങ്സിനെ പരിഗണിക്കാണ്ടെല്ലാം ചെയ്യുമ്പോൾ എല്ലാം അവിടെ ക്ലോസ് ചെയ്തേക്കുക മതി. നമ്മളെ സെൽഫ് റെസ്പെക്റ്റ് കളയണ്ട. പിന്നെ ചിന്തിക്കുന്ന വെച്ചാൽ, എന്നെ അവൻ ചതിച്ചു പോയില്ലേ, അല്ലേ അവൾ എന്നെ ചതിച്ചു, ആ ചിന്തയൊന്നും വേണ്ടെന്നേ. നമ്മളെന്നും ജയിച്ചിട്ട് തന്നെയാണ്, അവിടെ തോൽവിയൊന്നും ഇല്ലെന്നേ. അവന് നമ്മളെ കിട്ടാൻ ഭാഗ്യമില്ല, അല്ലെങ്കിൽ അവൾക്ക് നമ്മളെ കിട്ടാൻ ഭാഗ്യമില്ല. അവിടെ നമ്മളെ തോൽവിയൊന്നുമില്ല, അവിടെ നമ്മളെ ജയം തന്നെയാണ്. ചിലപ്പോൾ നാളെ അവൻ തേടിപ്പോയ ഏതെങ്കിലും ഒരു ബന്ധം ചിലപ്പോൾ ഏറ്റവും മോശമായിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാനൊന്നും പറ്റില്ല, എന്നെക്കാട്ടും നല്ല ബന്ധം അവന് കിട്ടുമല്ലോ, ഞാൻ ഇങ്ങനെ ആയി എന്നുള്ള. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി തോട്ട്സ് വരുമ്പോൾ നമ്മൾ ഏത് ചിന്തിക്കുന്നത്, നമ്മളെങ്ങോട്ട് വേണ്ടാന്ന് വെക്കാമെന്നാണ്. അതുകൊണ്ട് സ്നേഹം എന്നത് ഒരാൾ മാത്രം ശ്രമിക്കുന്നതല്ല, രണ്ടുപേരും ഒരുപോലെ മനസ്സിലാക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്നതാണ് സ്നേഹം. ഇതില്ലെങ്കിൽ, അകലം പാലിക്കുന്നെങ്കിൽ അവരവരെ വഴിക്ക് വിട്ടേക്ക്. നമ്മളെ വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുക. അതിനൊരു കയറെടുക്കണ്ട, ട്രെയിനിൻ്റെ മുന്നിൽ പോവണ്ട, കടലിലേക്ക് ചാടണ്ട. ഇതൊന്നും ഒരു നിമിഷത്തെ വേദന മാത്രം. ഒന്നും നേടിത്തരില്ല നമുക്ക്. നമ്മളെത്രയോ ഭംഗിയുള്ള ജീവിതം നമ്മളൊരു നിമിഷം കൊണ്ട് ഏതോ അവന് വേണ്ടി, ഏതോ അവൾക്ക് വേണ്ടി നമ്മളെത്രയോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജീവിതം കൊണ്ട് അപ്പം തന്നെ കളയാം. വേണ്ട. നമ്മളെ വീട്ടുകാരുണ്ട്, എപ്പോട്ടെ നമ്മളെ വീട്ടുകാരില്ലെങ്കിലും നമ്മളില്ലേ, നമ്മൾക്ക് ഈ ഭൂമിയിൽ ദൈവം ഒരു ജീവിതം തന്നിട്ടുണ്ടെങ്കിലേ അത് ആ കളർഫുൾ ജീവിതം അനുഭവിക്കണ്ടേ നമുക്ക് ഈ ഭൂമിയിൽ. ആ ഭൂമിയിൽ പോയാൽ നമ്മൾ ചത്തു കഴിഞ്ഞാൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുമോ ഏതോ ഒരു അവനും അവൾക്കും വേണ്ടിയിട്ട്? അതിൻ്റെ ആവശ്യം എന്താ? ഒന്നുമില്ല. അന്നേരം കുറച്ച് പെയിൻ തോന്നും, അത് സ്വാഭാവികം. ഓരോ ആൾക്കും ഓരോന്നിലും വേദന തോന്നില്ലേ? അച്ഛൻ മരിക്കുന്ന ചെറുതിൽ വേദന തോന്നുന്നു, ചിലയാൾ അമ്മ മരിക്കുന്നു, അവരൊക്കെ സഫർ ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുന്നില്ലേ? പിന്നെയാണോ ഇന്നലെ കണ്ടവനും ഇന്നലെ കണ്ടവളും? അല്ലല്ലോ. അപ്പം പിന്നെ അതിനെ അങ്ങ് വിട്ടേക്കുക. ഇനി എൻ്റെ മുന്നിൽ ജീവിതമുണ്ട്, ആ ജീവിതമാണ് ഇനി എൻ്റെ പ്രധാനം എന്നങ്ങ് ചിന്തിക്കുക, അത്ര തന്നെ.